എന്തോ ഒറ്റയ്ക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. സത്യം പറഞ്ഞ ഇങ്ങനൊരു അവസ്ഥയിലാ ഒരാൾക്കൊരു ഭാര്യ വേണ്ടത്. എനിക്കതില്ല. ആകെ ഒരു ഒറ്റപ്പെടല, തളർന്നു പോകുന്ന പോലെ. ഏതോ വൻ മരുഭൂമിയുടെ നടുവിൽ ഒറ്റക്കായി പോയൊരവസ്ഥ. തളർന്നു വീണാലും താങ്ങാൻ ആരുമില്ല എന്നൊരു തോന്നൽ. ഇതൊരു വല്ലാത്ത അവസ്ഥയാ. ഇനി പറഞ്ഞിട്ടൊരു കാര്യമില്ല. പറഞ്ഞു വന്നത്, ഈ കല്യാണക്കാര്യത്തിൽ എന്ത് തീരുമാനം എടുക്കണമെന്നുള്ളത് എനിക്കറിയില്ല എന്നാണ്. ഏതായാലും നാളെ അഖില മാഡം നല്ലൊരു തീരുമാനത്തിലെത്തട്ടെ എന്ന് പ്രാർത്ഥിക്കാം. വേറൊരു വഴിയില്ല എനിക്ക്. കല്യാണിക്കത് അനുകൂലമാണെങ്കിലും പ്രതികൂലമാണെങ്കിലും ഞാൻ വെറും മാപ്പ് സാക്ഷി മാത്രമാ സുധേ. നീയെങ്കിലും ഇത് മനസ്സിലാക്കണം. അതേ പറയാനുള്ളൂ, അത് മാത്രം. ആഹാ, കൃഷ്ണേട്ടൻ എന്താ ഉറങ്ങിയില്ലേ? ഇല്ല, ഈ രാത്രിയിൽ ഇങ്ങനെ ഒരു രംഗം ഉണ്ടാവുമെന്ന് എനിക്കറിയാമായിരുന്നു. ഉറക്കം വരാതെ തൃച്ചംബരത്തിന്റെ വരാന്തയിലൂടെ അഖിലാണ്ടേശ്വരി അസ്വസ്ഥയായി നടക്കുന്ന രംഗം. അപ്പോഴുള്ള മനസ്സംഘർഷം കുറയ്ക്കാൻ 2 ഡയലോഗ് കാച്ചാൻ വേണ്ടിയാ ഞാനിപ്പോ എൻട്രി ചെയ്തത്. ഇല്ല കൃഷ്ണേട്ടാ, ഇത് 2 ഡയലോഗ് കൊണ്ട് തീരുന്ന പ്രശ്നമല്ല. ഇറ്റ്സ് എ ഹെവി ടാസ്ക്. ഹെവി മാത്രമല്ല, ഇറ്റ്സ് ടു ഡേഞ്ചറസ്. ഒരു യെസ് കൊണ്ടോ ഒരു നോ കൊണ്ടോ തകരാൻ പോകുന്നത് ഒരു പെൺകുട്ടിയുടെ ലൈഫാ. ഐ ഷുഡ് ബി വെരി മച്ച് കെയർഫുൾ. ഡെഫിനറ്റ്ലി യെസ്. പക്ഷേ ഇതിൽ നീ ഇത്ര കൺഫ്യൂസ്ഡ് ആവേണ്ട കാര്യം എന്താണെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. വന്നു കയറിയ ഫസ്റ്റ് ഡേ തന്നെ ഈ ചന്ദ്രപ്രതാപനെ ഞാൻ കണ്ടിരുന്നത് ഒരു സംശയത്തിന്റെ കണ്ണോടുകൂടിയാണ്. ഇന്ന് കുടിച്ചു കയറി വന്നപ്പോഴാ അവന്റെ ട്രൂ കളർ മനസ്സിലായത്. എന്റെ അഭിപ്രായത്തിൽ നോ കൃഷ്ണേട്ടാ, നോ. രൂപം കൊണ്ടൊരിക്കലും നമുക്കൊരാളെ അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയില്ല. കാണാൻ ക്രൂരനെന്നും ദുഷ്ടനെന്നും തോന്നുന്ന പലരും കുഞ്ഞുങ്ങളെക്കാൾ നിഷ്കളങ്കരാണെന്ന് തോന്നിയിട്ടുണ്ട്. സൗന്ദര്യം കൊണ്ട് ഗന്ധർവനും മാലാഖയുമായവർ വെറും കാപട്യക്കാരാണെന്നും. അതുകൊണ്ട് അഖിലേ, ഞാൻ ഉദ്ദേശിച്ചത് അയാളുടെ രൂപം മാത്രമല്ല. മനസ്സിലായി കൃഷ്ണേട്ടാ. പക്ഷെ ഒരു ദിവസം കൊണ്ട് ഒരു മാസത്തെ നമുക്ക് വിലയിരുത്താൻ പറ്റൂ? ഇല്ലല്ലോ. ഇന്ന് അവന് സംഭവിച്ചത് ഒരു കയ്യബദ്ധമാണെങ്കിലോ? നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അവൻ ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെ പെരുമാറിയതെന്നാണ്. പിന്നെ സോറി, നീ ഇപ്പൊ സംസാരിക്കുന്നത് ഒരു അധ്യാപികയെ പോലെയോ കൗൺസിലിംഗ് നടത്തി കോംപ്രമൈസിന് ശ്രമിക്കുന്ന ഒരാളെ പോലെയാണ്. അതെ, ആണ്. യുനോ വൈ? ഒരൊറ്റ ഉത്തരമേ അതിനുള്ളൂ. കല്യാണി ഇപ്പൊ തന്നെ ഒരുപാട് അനുഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. വിവാഹ മണ്ഡപത്തിൽ താലി കെട്ടാൻ ഒരു ജനക്കൂട്ടത്തിന് മുൻപിൽ തലകുനിഞ്ഞു നിന്നവൾ. ഈ വിവാഹം നടക്കാൻ വേണ്ടി മാത്രം 3 രാപകലുകൾ ജലപാനമില്ലാതെ സത്യപ്രമാണ വ്രതമെടുത്തവൾ. എന്നോട് ഈ വിവാഹം നടത്തി തന്നേ പറ്റൂ എന്ന് വരം ചോദിച്ചു വാങ്ങിയവൾ. അവളോട് ഞാൻ എങ്ങനെ പറയും നീ അവനെ വിവാഹം കഴിക്കരുതെന്ന്? നോ കൃഷ്ണേട്ടാ, വാക്കിന് ജീവന്റെ വില കൊടുക്കുന്നവൾ അഖിലാണ്ടേശ്വരി. എനിക്കാവില്ല അവളോടൊരിക്കലും നോ എന്ന് പറയാൻ. എങ്കിൽ പിന്നെ യെസ് പറഞ്ഞോളൂ, പ്രശ്നം തീർന്നില്ലേ? നോ, നെവർ. കുടിയെ കെടുത്തു എന്നാ പ്രമാണം. അവന്റെ കോപ്രായം നമ്മൾ കണ്ടതല്ലേ. കല്യാണി നമ്മുടെ മകളാണെങ്കിൽ അവനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ കൃഷ്ണേട്ട സമ്മതിക്കൂ? കൃഷ്ണേട്ട തന്നെ പറ. ചേടാ, അപ്പൊ പിന്നെ നീ എന്തായി പറഞ്ഞു വരുന്നത്? വാട്ട്സ് യുവർ സ്റ്റാൻഡ്? നീ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്കും ഐ ആം കൺഫ്യൂസ്ഡ്. വെറും കൺഫ്യൂഷൻ അല്ല, അട്ടർ കൺഫ്യൂഷൻ. ഈ രാത്രി തീർന്നാലേ എനിക്കറിയാവൂ ഞാൻ പറയാൻ പോകുന്നത് യെസ് ആണോ നോ ആണോ എന്ന്. കല്യാണിക്ക് വേണ്ടി കൃഷ്ണേട്ടൻ പ്രാർത്ഥിക്കണം, എന്റെ നാവിൽ വികട സരസ്വതി വരരുതേ എന്ന്.
തൽക്കാലം അതേ എനിക്ക് പറയാനുള്ളൂ. അത് മാത്രം. കല്യാണി ദൈവം രക്ഷിക്കട്ടെ. അല്ല, ഇവളെന്താ ഇവിടെ? ആന്റി ഉണ്ടല്ലോ. ഞാനിത് എവിടെയാ? ആന്റിജി, ആന്റി, ഞാനെങ്ങനെ ഇവിടെ എത്തി? എന്തു പറ്റി എനിക്ക്? ഭാഗ്യം, അപ്പൊ ബോധം തെളിഞ്ഞു. നീ എങ്ങനെ ഇവിടെ വന്നൂന്ന്? ദേ, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. നീ ഇപ്പൊ ചെന്ന് പെട്ടിയും പ്രമാണവും ഒക്കെ എടുത്തു വെച്ചോ. ഇന്നത്തോടെ നിന്റെ ഇവിടുത്തെ പൊറുതി അവസാനിക്കുക. അയ്യോ, ആന്റി എന്തൊക്കെയാ പറയുന്നേ? അപ്പൊ എന്റെ കല്യാണം? കല്യാണം അതൊക്കെ ഗോവിന്ദയായി, ഗോവിന്ദ. അയ്യോ, ചതിക്കല്ലേ. അപ്പോ എന്റെയും കല്യാണിയുടെയും കല്യാണം നടക്കില്ലേ? ആ, നടക്കും. കുടിച്ച് ഛർദിച്ച് ബോധമില്ലാതെ റോഡിൽ കിടക്കുന്നവന്മാർക്കേ ഇപ്പൊ കിട്ടു പെണ്ണ്. കാത്തിരുന്നോ. എടാ, നീ കുടിയനും തെമ്മാടിയാണെന്ന് അറിയാഞ്ഞിട്ടല്ല. കല്യാണം വരെയെങ്കിലും നീ ഒന്ന് മര്യാദയ്ക്ക് നടക്കുമെന്ന് വിചാരിച്ചു. തെറ്റ് പറ്റിപ്പോയത് എനിക്കാ. എല്ലാരുടെ മുന്നിൽ ഞാൻ മോശക്കാരിയായി. ഞാൻ കുടിച്ചത് ഇവിടെ എല്ലാരും അറിഞ്ഞോ ആന്റി? ഏയ് ഇല്ല, എല്ലാരും കണ്ണടച്ചിരിക്കായിരുന്നല്ലോ നിന്നെ കാണാതിരിക്കാൻ. ആരെല്ലാം അറിയാൻ പാടില്ലാത്തതുണ്ടോ അവരെല്ലാം തന്നെ ആദ്യം അറിഞ്ഞു. അപ്പൊ അഖിലാന്റി അറിഞ്ഞല്ലേ? അറിഞ്ഞു, എല്ലാം മനസ്സിലാക്കുകയും ചെയ്തു. ചന്ദ്രേട്ടൻ ബോധയില്ലാതെ കിടന്നോണ്ടേ ഒന്നും സംസാരിക്കാൻ നിന്നില്ല. ഏതായാലും കല്യാണത്തിന്റെ കാര്യത്തിൽ ഒരു ധാരണയായി. ഇനി മുംബൈയിലേക്ക് പോകാൻ വല്ല ട്രെയിനോ ഫ്ലൈറ്റോ ഉണ്ടോന്ന് നോക്ക്. അയ്യോ ആന്റി, ഒരു തെറ്റ് പറ്റിപ്പോയി. ഈ കല്യാണം നടക്കണം, നടന്നേ പറ്റൂ. ഞാൻ ആന്റിയുടെ കാല് പിടിക്കാം. പ്ലീസ് ആന്റി, പ്ലീസ്. എങ്ങനെയെങ്കിലും ഞങ്ങളുടെ കല്യാണം നടത്തി തരണം. ആന്റി വിചാരിച്ചാലേ ഈ കല്യാണം നടക്കൂ. ദേ, ഞാൻ വിചാരിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ആ അഖിലാണ്ടേശ്വരി വിചാരിച്ചാലേ ഇനി ഈ കല്യാണം നടക്കൂ. അതിന് ഞാൻ പറയുന്ന പോലെ നിനക്ക് ചെയ്യാൻ പറ്റോ? ഞാൻ എന്തും ചെയ്യാം ആന്റി. എനിക്ക് കല്യാണം നടക്കണം. കല്യാണം എനിക്ക് വേണം. ഇല്ലെങ്കിൽ ഞാൻ ചാവും. ആ, ശരി ശരി, കിടന്ന് മോങ്ങൊന്നും വേണ്ട. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. അവിടെ കയറി ഇരിക്കെ. നടക്ക്. എന്താടാ? പെട്ടെന്ന് വാ. ഇവിടെ ഇന്ന് ബ്രോയുടെ ജീവിതത്തിലെ ഒരു പ്രധാന ദിവസമാണെന്ന് ഞാൻ പറയും. കല്യാണി ചന്ദ്രനെ വേണ്ടാന്ന് പറയുന്നത് ബ്രോയ്ക്ക് നേരിട്ട് കാണാം. ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. ഓക്കെ? ഏയ്, ഇവരെ കാണുന്നില്ലല്ലോ. ഞാൻ പോയി നോക്കിയിട്ട് വരാം.
ആ ദാസേട്ടാ, ദേ അമ്മ അച്ഛൻ ഇപ്പൊ വരും. തീരുമാനം എടുക്കേണ്ടത് ദാസേട്ടനാ. മനസ്സിലുള്ളത് പേടിക്കാതെ തുറന്നു പറയണം. ദാസേട്ടൻ മാത്രമല്ല, കല്യാണി. അതെ, ഞാനും അതാ ഇവളോട് പറഞ്ഞിരിക്കുന്നത്. മാഡോ ഇവള് നമ്മളെല്ലാം ഇന്നലെ കണ്ടതാ എന്താ അവന്റെ അവസ്ഥ എന്ന്. ഇനി തീരുമാനം ഇവളുടെ നാവും തുമ്പിലാ. ഇവള് പറയട്ടെ എന്താ വേണ്ടെന്ന്. അത് ഈ മുഖം കാണും പറയാം കല്യാണിയുടെ തീരുമാനം എന്താണെന്ന്. ആ രണ്ടുപേരും അകത്തേക്ക് വാ, അച്ഛനും അമ്മയും ഇപ്പൊ എത്തും. അതെ, ഇത് കാര്യങ്ങൾ തീരുമാനമായി ബ്രോ. ഇന്ന് കല്യാണി അമ്മയുടെ മുമ്പിൽ തന്നെ ചന്ദ്രപ്രതാപന്റെ ജാതകം വലിച്ചു കയറി പോസ്റ്ററാക്കും. ബ്രോയുടെ വഴി ഇനി ഫുൾ ക്ലിയറാ. ദാസേട്ടാ, മാഡം, ഇന്നലെ നടന്ന സംഭവങ്ങളൊക്കെ കല്യാണിയും കണ്ടതല്ലേ? എല്ലാം കണ്ടതാ മാഡം. അതേതായാലും നന്നായി. ദാസേ, ഇനി വളരെ ആലോചിച്ച് വേണം തീരുമാനങ്ങൾ എടുക്കാൻ. മദ്യപിച്ച് ലക്കിട്ട് റോഡിൽ കിടന്ന് അടിയുണ്ടാക്കുന്നവന് സ്വന്തം കുടുംബത്തിൽ നിന്ന് നമ്മൾ പെണ്ണു കൊടുക്കുന്നത് അവളെ കുരുതി കൊടുക്കുന്നതിന് തുല്യമാണ്. 100%. എങ്ങനെയൊക്കെ ആലോചിച്ച് നോക്കിയാലും ഇനി കല്യാണിയുമായുള്ള ബന്ധത്തിൽ നിന്നും അവനെ ഒഴിവാക്കി വിടുന്നതാവും നല്ലത്. അവൻ ആളൊരു പോക്ക് കേസാ. കല്യാണി, എനിക്ക് ഓർമ്മയുണ്ട്, എന്നോട് വരം ചോദിച്ചവൾ നീയാ. വരം തന്നത് ഞാനും. എന്നാലും ഈ കാര്യത്തിൽ അന്തിമ തീരുമാനം നിനക്കുള്ളതാ. ചന്ദ്രപ്രതാപുമായി നിനക്ക് ഈ കല്യാണം വേണോ വേണ്ടയോ? നിനക്ക് ധൈര്യമായിട്ട് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് തന്നെ മറുപടി പറയാം. ആന്റിജി, ആന്റിജി എന്നോട് പൊറുക്കണം. ഇന്നലെ എല്ലാരും കൂടെ എന്നെ ചതിച്ചതാ. കൂട്ടുകാര് ബാച്ചിലർ പാർട്ടി ചോദിച്ചപ്പോ ഞാൻ പൈസ കൊടുത്ത് ഒഴിവാക്കാൻ നോക്കിയതാ. പക്ഷെ കൂടെ വന്നിരുന്നാ മതി എന്ന് പറഞ്ഞപ്പോ വെറുതെ ഒരു കമ്പനിക്ക് പോയിരുന്നതാ. പക്ഷെ കൂൾ ഡ്രിങ്ക്സിൽ അവര് മദ്യം കലക്കി തരുമെന്ന് ഞാൻ അറിഞ്ഞില്ല ആന്റി. ഇതുവരെ ബാർ പോലും കണ്ടിട്ടില്ലാത്ത എന്നെ എല്ലാരും കൂടെ ചതിച്ചതാ. എഴുന്നേക്ക്. നെറുകേട് കാണിച്ചതും പോരാ, എന്റെ മുമ്പിൽ അഭിനയിക്കാൻ നോക്കുന്നോ നീ? നിന്നെ ആദ്യം കണ്ടപ്പോഴേ നീ അത്ര ശരിയല്ലാന്ന് എനിക്ക് തോന്നിയതാ. അങ്ങോട്ട് മാറി നിക്കടാ, മാറി നിക്കാൻ. കല്യാണി കണ്ടല്ലോ ഇവന്റെ പ്രകടനങ്ങൾ. ഇനി ഇവനുമായൊരു കല്യാണം വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നീയാ. നിന്റെ തീരുമാനം എന്താണെങ്കിലും നിനക്ക് ധൈര്യമായിട്ട് പറയാം. പറയൂ, ഇനിയും നിനക്ക് ഈ ചന്ദ്രപ്രതാപനെ കല്യാണം കഴിക്കാൻ സമ്മതമാണോ അല്ലയോ?
സമ്മതമാണ്. മദ്യം തൊടാത്ത ആളിനെ തന്നെ ഭർത്താവായിട്ട് വേണമെന്ന് ആഗ്രഹിച്ചാൽ ഈ നാട്ടിൽ ഒരുപാട് പെൺകുട്ടികൾക്ക് കല്യാണം നടക്കാതെ വരും മാഡം. ഇവിടെ ഒരുപാട് മദ്യപാനികള് കല്യാണത്തിന് ശേഷം നന്നാവുന്നുണ്ട്. ഇദ്ദേഹത്തെയും മാറ്റിയെടുക്കാൻ പറ്റുമെന്നുള്ള വിശ്വാസമാണ് എനിക്കുള്ളത്. കല്യാണി, ഇത് ഭാഗ്യപരീക്ഷണം നടത്തുന്ന ഗെയിമല്ല, ജീവിതമാണ്. തീരുമാനങ്ങൾ എപ്പോഴും ചിന്തിച്ചു വേണം എടുക്കാൻ. ഞാൻ ഒരുപാട് ചിന്തിച്ചെടുത്ത തീരുമാനമാണ് സർ. ഇപ്പോഴീ വീട്ടിൽ ഞാൻ ഈ വിവാഹത്തിന് സമ്മതിക്കുന്നതാണ് ഇവർക്ക് നല്ലത്. ഞാൻ ഈ പറയുന്നത് തെറ്റാണെങ്കിൽ സാറിന് അച്ഛനോട് ചോദിക്കാം. ദാസേട്ടൻ കല്യാണി മറുപടി പറഞ്ഞത് കേട്ടല്ലോ. ഇനി ദാസേട്ടന്റെ തീരുമാനം അറിയാനുള്ളത്, ഈ കല്യാണത്തിന് ദാസേട്ടന് സമ്മതമാണോ അല്ലയോ? ഞങ്ങള് നോക്കണ്ട, സ്വന്തം തീരുമാനം വേണം പറയാൻ. അത് പിന്നെ എന്റെ മോളെടുക്കുന്ന തീരുമാനമാണ് എന്റെ തീരുമാനം. കല്യാണത്തിന് എനിക്ക് സമ്മതമാണ്. കല്യാണി, നിനക്കിവനെ മാറ്റിയെടുക്കാൻ പറ്റുമെന്നൊരു വിശ്വാസം നീ പറഞ്ഞു. അതൊരു പെണ്ണിന്റെ ഉറച്ച ആത്മവിശ്വാസം. അതിനോട് എനിക്ക് ഇഷ്ടവും ബഹുമാനവും തോന്നുന്നു. അതുകൊണ്ട് മാത്രം നിന്റെ ഈ തീരുമാനം ഞാൻ അംഗീകരിക്കുക. ഇനി നമ്മൾ ഈ കല്യാണം മുന്നോട്ട് കൊണ്ടുപോവാം. നേരത്തെ നിശ്ചയിച്ച സ്ഥലത്തും സമയത്തും ഈ വിവാഹം നടന്നിരിക്കും. നടത്തും നമ്മൾ. ഇനി ഇങ്ങനെങ്ങാനും ഉണ്ടായാൽ നിന്നെ ഞാൻ... ഇല്ല ആന്റി, ഇനി എന്റെ കയ്യിൽ നിന്ന് ഒരു തെറ്റും ഉണ്ടാവത്തില്ല. ഇതാണ് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ്. ചെയ്ത തെറ്റിന് മാപ്പ്. ഐ ആം സോറി സോറി സോറി. ഇഡിയറ്റ്. പോടാ. വാ.
ബ്രോ ബ്രോ വാതിൽ തുറക്ക് ബ്രോ, പ്ലീസ് വാതിൽ തുറക്ക് ബ്രോ, പ്ലീസ് വാതിൽ തുറക്ക്.